അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നവാഖിദുൽ ഇസ്ലാമിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഷെയ്ഖ് അവറുകൾ 4-മതായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അർറാബിഉ 4, മൻ ഇഅ്തഖദ അന്ന ഗൈറ ഹദിയിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലു മിൻ ഹദിയിഹി ഔ അന്ന ഹുക്മ ഗൈരിഹി അഹ്സനു മിൻ ഹുക്മിഹി കല്ലദീന യുഫദ്ദിലൂന ഹുക്മ തവാഗീതി അലാ ഹുക്മിഹി ഫഹുവ കാഫിർ. അദ്ദേഹം പറയുകയാണ്, മൻ എന്ന് പറഞ്ഞാൽ ആരൊരാളെങ്കിലും, ഇഅ്തഖദ വിശ്വസിക്കുകയാണ്, അന്ന ഗൈറ ഹദിയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗം അക്മലു മിൻ ഹദീഹി പ്രവാചകന്റെ മാർഗത്തേക്കാൾ ഏറ്റവും സമ്പൂർണമാണ് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, ഔ അന്ന ഹുക്മ ഗൈരിഹി അഹ്സനു മിൻ ഹുക്മിഹി, അല്ലെങ്കിൽ പ്രവാചകൻ അള്ളാഹുവിൻ്റെ വഹീനാൽ നമുക്ക് ഇസ്ലാമിൽ പഠിപ്പിച്ചു തന്ന ഒരു വിധി, ആ വിധിയേക്കാൾ ഏറ്റവും നല്ല വിധി മറ്റാരെങ്കിലും കൊണ്ടുവന്ന തീരുമാനങ്ങളാണ് എന്ന് ഒരാൾ വാദിച്ചാൽ അല്ലെങ്കിൽ വിശ്വസിച്ചാൽ, ഖല്ലദീന ഏതുപോലെ, യുഫദ്ദിലൂന ഹുക്മ തവാഗീതി അലാ ഹുക്മിഹി, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീനിൻ്റെ ശറഈയായ മതനിയമങ്ങളെക്കാൾ ദുർമൂർത്തികൾ കൊണ്ടുവന്ന വിധികളാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഫഹുവ കാഫിർ, അവൻ കാഫിറാകുന്നു എന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല നമുക്കിവിടെ പഠിപ്പിച്ചു നൽകുന്നത്. ഇവിടെ വിശ്വാസ കാര്യത്തെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്. മുൻകഴിഞ്ഞ വിഷയങ്ങളിൽ നിലപാടുകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു. ഇവിടെ പറഞ്ഞപ്പോൾ മൻ ഇഅ്തഖദ എന്നാണ്. നേരത്തെ മൻ ജഅല, ഒമല്ലം യക്ഫുർ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെയാണ് നമുക്ക് പഠിപ്പിച്ചത്. എന്നാൽ ഇവിടെ മൻ ഇഅ്തഖദ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അന്ന ഗൈറ ഹദിയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലു മിൻ ഹദീഹി, അവിടെ 1-മതായി എടുത്തു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മാർഗത്തേക്കാൾ പരിപൂർണമായ മറ്റൊരു മാർഗമുണ്ട് എന്നോ, അല്ലെങ്കിൽ വ അന്ന ഹുക്മ ഗൈരിഹി അഹ്സനു മിൻ ഹുക്മിഹി, അവിടത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി തീർപ്പിനേക്കാൾ നല്ലത് മറ്റൊരാളുടെ വിധി തീർപ്പാണെന്ന് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു എന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാന വിഷയങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവും റസൂലും പറഞ്ഞെടുത്ത് നിൽക്കുക എന്നത്. അള്ളാഹുവും റസൂലും വിശ്വാസികളുടെ വിഷയത്തിൽ ഒരു വിധി തീർപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു മുഅ്മിനിനോ മുഅ്മിനത്തിനോ മറ്റൊരു തീരുമാനമെടുക്കാനോ മറ്റൊരു വിഷയത്തിലേക്ക് മാറിപ്പോകാനോ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാത്തിനേക്കാളും അള്ളാഹുവാണ് പ്രധാനം. ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരും ബാങ്കിലൂടെ നമ്മൾ പറയുന്നവരുമാണ്. അതുപോലെ തന്നെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അങ്ങനെയുള്ള അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന കാര്യത്തെക്കാൾ നല്ല കാര്യമാണ് മറ്റൊരാൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനെ ഇകഴ്ത്തലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തലാണ്. കാരണം പരിപൂർണത എപ്പോഴും അള്ളാഹുവിനാണുള്ളത്, കമാലിയത്ത് റബ്ബിന് മാത്രമാണുള്ളത്. അവൻ്റെ മതം പരിപൂർണമാണ്, അവൻ്റെ വിധി തീർപ്പാക്കൽ പരിപൂർണമാണ്, ന്യൂനതയില്ലാത്തതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഹയിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ, ദീനിൻ്റെ ശറഈയായ മതനിയമങ്ങൾ, അതെല്ലാം പരിപൂർണമാണ്. ഇനി ഒരാൾ വാദിക്കുകയാണ്, ഈ ദീനിൽ ഇസ്ലാമിൽ വന്ന ഇന്ന വിഷയത്തിലെ നിയമം ശരിയല്ല എന്നൊരാൾ പറഞ്ഞാൽ മതി, അവൻ കുഫറിലേക്ക് പോയി. ഇതിനേക്കാൾ നല്ല നിയമമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊരാൾ വിശ്വസിച്ചാൽ മതി, അതിലൂടെ അവൻ കുഫറിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, മതത്തിൻ്റെ നിയമത്തിൽപ്പെട്ടതാണ് കട്ടവൻ്റെ കൈവെട്ടുക എന്നത്. അതിൽ വലിയ കാഴ്ചപ്പാടുകൾ ഇസ്ലാമിനുണ്ട്. അള്ളാഹുവിന് അതിൽ ഹിക്മത്തുണ്ട്. അതിലൂടെ കുറ്റവാളികൾ പെരുകാൻ പാടില്ല, കുറ്റവാളികൾക്ക് തിരിച്ചു മടങ്ങാനുള്ള ചില അവസരങ്ങൾ കൂടിയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ
പല വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. അവസാനം ചില വാർത്തകൾ വന്നതുപോലും ജയിലിൽ ഹോസ്റ്റലായി കഴിയാൻ പോകാം എന്ന രൂപത്തിലുള്ള ചില വാർത്തകളാണ് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറ്റവാളികൾ പെരുകുന്നു. എന്തുകൊണ്ട്? അർഹമായ ശിക്ഷ ലഭിക്കുന്നില്ല എന്നതുകൊണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന ശിക്ഷാ നടപടികളും ശിക്ഷാമുറകളും അങ്ങനെ തുടങ്ങി ഏതേത് വിധികളാകട്ടെ അതിനെല്ലാം അതിൻ്റേതായ അർത്ഥവത്തായ ചില നിലപാടുകളും അതിന് സ്വാധീനങ്ങളുമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പൂർണ്ണമാണ്. ഇസ്ലാമിൻ്റെ മത നിയമങ്ങളും പൂർണ്ണമാണ്. ഇസ്ലാമിൻ്റെ വിധികളും പൂർണ്ണമാണ്. ഇസ്ലാമിൻ്റെ എല്ലാ വിഷയങ്ങളും അത് പരിപൂർണമാണ്. കാരണം കമാലിയത്തുള്ളവനാണ് ഈ നിയമങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കമാലിയത്തുള്ളവനായ അള്ളാഹുവിൻ്റെ വഹീനാൽ ഈ ദീന് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അത് ഏറ്റവും ഉത്തമമായ മാർഗമാണ്. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ശൈലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെയും എടുത്തു പറഞ്ഞത്. മാത്രമല്ല പ്രവാചകൻ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, പ്രവാചകൻ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല. ദീനിൻ്റെ വിഷയങ്ങളെല്ലാം വഹി മുഖേന മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പരിപൂർണമാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ നന്മയുള്ള മറ്റൊന്നും ഈ ലോകത്ത് ഇല്ലതാനും എന്നത് വിശ്വസിക്കൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല അതുമായി ബന്ധപ്പെട്ട 2 ആയത്തുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സൂറത്തു മായിദയിലെ 44-ാമത്തെ ആയത്ത്, വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ, ആരെങ്കിലും അല്ലാഹു വിധിച്ചതിൽ നിന്ന് വിധിക്കാതിരുന്നാൽ, ആ വിധിക്ക് പകരം മറ്റു വിധികളെ തേടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ അവൻ കാഫിറാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും പറയുന്നു, സൂറത്തു മായിദയിലെ 47-ാമത്തെ ആയത്ത്, വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ കാഫിറാണെന്നു മാത്രമല്ല ഫാസിക്കുകളുമാണ്, തെമ്മാടികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു വിധിച്ചിടത്ത് നിൽക്കാൻ, അല്ലാഹു തീരുമാനിച്ചിടത്ത് നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ചില ആളുകൾ ഇവിടെയും ചില തെറ്റായ ധാരണകൾ വച്ചു പുലർത്തുന്നുണ്ട്. എന്നാൽ ഈ ആയത്തിനെ അതിരുവിട്ട രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന ചില ആളുകളും സമൂഹത്തിലുണ്ട്, വിശ്വാസി സമൂഹത്തിലുണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യ. അല്ലാഹു വിധിച്ചത് മാത്രമേ വിധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ ഭൗതികമായ സംവിധാനങ്ങളിലെ വിധികളിൽ പോലും ഇത്തരം തീരുമാനങ്ങളെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഓവറാക്കുന്ന ചില ആളുകളും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഇസ്ലാം എന്നത് ഒരു ഇഫ്രാത്തിനും തഫ്രീത്തിനുമിടയിലാണ്. എന്നുവെച്ചാൽ ഓവറാക്കലുമില്ല, തീരെ പറ്റെ ലോയാക്കുന്ന അവസ്ഥയുമില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും വസത്തിയത്ത്, മധ്യമ നിലപാടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ മതനിയമങ്ങൾ, ശർഈയായ കാര്യങ്ങൾ, അതിൻ്റെ വിധികൾ, അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിൽ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കണം. പ്രത്യേകിച്ച് അതൊരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അതിന് പിന്നെ മാറ്റമില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന മതനിയമങ്ങളാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കലാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത. അപ്പോൾ ഇസ്ലാമേതര രാജ്യങ്ങളിൽ ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വിധികൾ തന്നെയാണ് ശരി എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ഇത്തരം നിലവിലെ സാഹചര്യങ്ങളെ നടപ്പിലാക്കാൻ പരിശ്രമിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ എന്തുണ്ടാകണം? ഇസ്ലാമിൻ്റെ വിധികളും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും തന്നെയാണ് പരിപൂർണവും ഏറ്റവും നല്ലതുമായ മാർഗം എന്ന് നമ്മൾ തിരിച്ചറിയുകയും ആ വിശ്വാസത്തിൽ ഊന്നി നിൽക്കേണ്ടതുമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ അല്ലാഹുവും റസൂലും നൽകിയ മാർഗമാണ് ഏറ്റവും പൂർണ്ണമെന്നും അതിനപ്പുറം മറ്റൊരു സത്യമില്ലെന്നും വിശ്വസിക്കൽ ഈമാനിൻ്റെ അടിസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, കൂടുതൽ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക, നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നാം പരിശ്രമിക്കുക. അതോടൊപ്പം ഏത് കാലഘട്ടത്തിനും അനുയോജ്യമായ മതവിധികളും നിയമങ്ങളും മാത്രമാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇസ്ലാമിനെ മാറ്റലല്ല വേണ്ടത്, ഇസ്ലാമിലേക്ക് മടങ്ങലാണ് വേണ്ടത് എന്നതും നമ്മൾ തിരിച്ചറിയുക. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.